എടാ നീ എന്ത് ബോധത്തിലാണ് ജീവിക്കുന്നത്? ഷൂട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഈ തീരേണ്ട സമയത്താണ് പറഞ്ഞത് പാട്ട് വേണം, മ്യൂസിക് വേണം എന്നൊക്കെ. ഇതൊക്കെ എല്ലാ ലൊക്കേഷനിലും നടക്കുന്ന കാര്യം തന്നെ. ഓരോ തിരക്ക് കാരണം ഞാനങ്ങ് മറന്നുപോയി. അല്ല, ഒരു ഡയറക്ടറായ നിങ്ങൾക്ക് ആലോചിക്കാമായിരുന്നല്ലോ. ലവ് സ്റ്റോറി ആണെന്നറിയാം. അപ്പൊ ലവ് സ്റ്റോറി സിനിമയിൽ പാട്ട് വേണമെന്നുള്ള കാര്യം അത്യാവശ്യം മൂളയുള്ള ഏത് ഡയറക്ടറും ഓർക്കുന്നതാണ്. 10,000 ടെൻഷനിടെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിന്റെ മ്യൂസിക്കും പാട്ടും. എനിക്കിതൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല. ഷേർലി, നീ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. എടി നിനക്കെങ്കിൽ ഈ കാര്യം എന്നോടൊന്ന് പറഞ്ഞോളായിരുന്നു. ഇനിയിപ്പോ എന്റെ മെക്കിട്ട് കയറിക്കോ സാർ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും സാർ ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നീ പറയുന്ന ഒറ്റ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിത് വേണം, എനിക്കിത് കിട്ടണം, എനിക്കിത് കിട്ടിയേ പറ്റൂ. നീയിപ്പൊ ടെൻഷൻ അടിക്കണ്ട, മൊയ്തീൻ നോയിക്കോളും. പോയിരിക്കല്ലേ? ആ ഒരു കാര്യത്തിൽ ഉറപ്പാണ് കേട്ടാ. അല്പം ബോധമില്ലെങ്കിൽ അവ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ട് വരും. എന്തിനു കണിക്കുന്നായിരുന്നു? പിന്നെ എല്ലാം കൂടെ ഞാൻ ചെയ്യണം. പോയാലും എന്തായി? മൊയ്തീനല്ലേ പോയത്? AR റഹ്മാൻ വരെ വരും. ഞാൻ സിനിമയിലേക്ക് AR റഹ്മാനെ കൊണ്ടാൻ പാട്ടടി. എന്ത് AR റഹ്മാൻ എന്റെ സിനിമയിൽ മ്യൂസിക് എന്ത് കുഴപ്പം? പറ്റൂലേ? എന്റെ സിനിമയ്ക്ക് എന്താ കുഴപ്പം? എന്റെ സിനിമക്ക് എന്താ കുഴപ്പമെന്നോ? എന്റെ സിനിമയിൽ പാട്ടുള്ള വിവരം നീ ഇന്ന് രാവിലെയാണ് അറിയണത്. അയാളാണ് ഈ പറയണത്. ഇതേ AR റഹ്മാനെ പോലൊക്കെ തന്നെ വലിയ പ്രശസ്തനായ ഒരാളാണ് ദയാൽ സാരംഗി. ദയാൽ സാരംഗി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. മലയാളത്തിലെ എല്ലാ സംഗീതജ്ഞരെയും എനിക്കറിയോ? രണ്ടുപേരും അറിയാം. ആരൊക്കെ? ഗോപിസും. എന്നാ അത് അറിഞ്ഞാൽ മതി. എടോ ഈ അലമ്പുണ്ടാക്കരുത് കേട്ടോ. മനുഷ്യനെ സ്വീപ്പാക്കി കണ്ട് ഇന്ന് രാവിലെ കൊണ്ട് കെട്ടിയെടുത്ത് കണ്ട് പറയാ പാട്ടുണ്ട്, സംഗീതജ്ഞൻ വേണമെന്നൊക്കെ. മലയാളം അറിയാലോ. പുള്ളി മലയാളിയാണ്. പക്ഷേ മലയാളത്തിലധികം പാട്ട് ചെയ്തില്ലെങ്കിലും മലയാളത്തിലെ 80% സംഗീതജ്ഞർക്കും പാട്ട് കൊടുക്കുന്നത് മൂപ്പരാണ്. പക്ഷെ പുള്ളിയുടെ പേര് ഒരു വീക്കിലെ സിനിമയിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതെന്താ? ഈ പാട്ടിന്റെ CD ഇറങ്ങണല്ലേ കണ്ടിട്ടുള്ളൂ. ഈ CD ഉണ്ടാക്കണ മിഷൻ കണ്ടിട്ടുള്ളൂ. എന്നാ അതുപോലെ പാട്ടുണ്ടാക്കുന്ന ഒരു മിഷനാണ് മൂപ്പര്. മൂപ്പരെ നിങ്ങളെയും കൂട്ടിയിട്ട് ദർബാറിലേക്ക് ചെല്ലാൻ പറയാം. നീ ഇത് സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അടിക്കത്തില്ല കേട്ടോ. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഓ എന്താ പൊന്നെ, ദർബാർ ഈ സംഗീതജ്ഞരൊക്കെ പാടെ ഒത്തുകൂടുന്ന സ്ഥലമാണ് ദർബാർ. അറിയോ? മൂപ്പർ നാളെ രാവിലെ 10 മണിക്ക് ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ. എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്? അത് കിട്ടിയത് ഞാൻ പോയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് അറിയോ? ദർബാറിലേക്ക് വെച്ച് പിടിക്കാം. പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് മ്യൂസിക് ചെയ്യാതെന്ന്. പുള്ളിക്കത്തെ ജാടയാണെന്ന്. ഇവിടെ വർക്കില്ലാതെ ഓരോരുത്തർ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പോഴാണ് ജാടയും കാണിച്ച് അയാളിരിക്കുന്നത്. ഈ വാടക ഈശോയെ, ഇനിയിപ്പോ പുള്ളിക്കാരന് നമ്മുടെ കഥ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയൂ. നീയല്ലേ എഴുതുന്നത്, ചിലപ്പം പറയാതിരിക്കും. അല്ല, അപ്പൊ പുള്ളി മനസ്സിലായില്ലേ? പുള്ളി സംഗീതത്തിന്റെ അത്യുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരാളാ. അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ വന്നൊരു വർക്ക് ഇട്ടാലോ ഓരോരുത്തരും ചാൻസ് അങ്ങോട്ട് ചോദിച്ചെടുക്കുന്ന സമയം. അപ്പൊ അതെ, എല്ലാരും കൂടെ കേറി പറഞ്ഞ് കുളമാക്കണ്ട, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ശരിയാ, സമാധാനത്തോടെ കഥ ഞാൻ പറഞ്ഞു ധരിപ്പിക്കാം. അത് കാതരം പറഞ്ഞ അത്ര പഞ്ച് കിട്ടത്തില്ല. ഡയറക്ടർ ഞാനല്ലേ, അപ്പൊ ഞാൻ സീൻ ബൈ സീൻ ഓർഡർ ഇട്ട് ഞാൻ പറയാം. കഥ ഉണ്ടാക്കാൻ അറിയെങ്കിൽ എനിക്ക് പറഞ്ഞോളൂ. നിങ്ങൾ കച്ചറ ഉണ്ടാക്കില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞില്ല. പുള്ളി സംഗീതത്തിന്റെ അത്യുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരാളാണ് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് നിങ്ങളെ ഭാഷയൊന്നും ഓൽക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞോളാം, നല്ല ഭാഷയായിരുന്നു. നിർത്ത്. ദൈവത്തെ ഓർത്ത് അവിടെ ചെന്ന് വാതുറക്കല്ലേ ഈ ഭാഷ പറയുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ